ലോറി കണ്ടെത്തി. ഇപ്പോൾ ലോറിയുടെ ഗ്യാസൊക്കെ അഴിച്ചു വിട്ട് ഫ്രീ ആയിരിക്കുകയാണ്. കണ്ടില്ലേ നമുക്ക്. അയ്യോ അങ്ങോട്ട് പോകാനൊക്കെ അതെന്താ കിടപ്പുണ്ടോ? ഇവിടുത്തെ ഗ്രാമവാസികൾ കുറച്ച് പേരാണ് നമ്മളിത് കാണിച്ചു തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തായിട്ടാണ് ഈ സംഭവം, അതായത് ഇത് കിടക്കുന്നത്. അതായത് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഇത് കിടക്കുന്നത്. അപ്പോൾ വെള്ളത്തിന് ഭയങ്കര ഒഴുക്കാണ് കേട്ടോ. ഒന്ന് മനസ്സിലാക്കുക. ചാനലുകാരെയും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല, അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിനെയും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല, ഇവിടുത്തെ റെസ്ക്യൂ ടീമിനെയും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. അവരുടെ അവസ്ഥ അതാണ് എന്ന് മനസ്സിലാക്കുക. അതെ, നമ്മൾ അവസ്ഥ മനസ്സിലാക്കണം. കാര്യം 2-3 ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് കറങ്ങിയപ്പോൾ തന്നെ ഏകദേശം അവസ്ഥയുടെ ഒരു വ്യാപ്തി മനസ്സിലായി. അതെ, ടാങ്കർ മൊത്തം പോയി. അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം പാടുപെട്ട് ആണ് തീർത്തിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ചേസ് നെയ്യേ ക്യാ? ചേസ് നെയ്യ് है ना? चेस ओ फ्रंट का चेस, ओ फ्रंट का बॉडी उठा के हो गया. अयो हाँ वो मालूम नहीं है ना? हाँ मिला नहीं. ഇപ്പോൾ ഗ്യാസ് ഇല്ല കേട്ടോ. ടാങ്ക് ഇറങ്ങി ചെയ്തെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് ജനങ്ങൾ സേഫാണ്. എൻ്റെ പൊന്ന്. അയ്യോ ഇതിൻ്റെ ഫ്രണ്ടിലെ നോക്കിയേ. ഫ്രണ്ട് ചേസ് വരെ പറഞ്ഞു പോകുന്നുള്ള ഒന്ന് ആലോചിച്ച് നോക്കി. ചേസ് പറഞ്ഞു പോകാന്ന് പറഞ്ഞാലേ ചേസ് पूरा वो चेस का पूरा उड़ा के इतना पावरफुल से है ना. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. पूरा उड़ गया. अरे बाप रे. അതിൻ്റെ मीटर कंसोल है ना? ये मीटर कंसोल है ना? मीटर ये स्केल क्या है? ये स्केल क्या है? നോക്കി എത്രത്തോളം വ്യാപ്തിയാണ് ഇതിൻ്റെ കേട്ടോ. ഓ സൈലൻസറാണ്. साइलेंसर पूरा उड़ गया. ये किधर उधर वो साइड पे 70-75 मीटर उधर से रोड बनाया. उधर से ट्राई किया था. इधर से ट्राई करके छोड़ दिया. हाँ വെള്ളത്തിൽ ഗ്യാസ് മൊത്തം വെള്ളത്തിൽ കളഞ്ഞത്. വേറെ ഓപ്ഷൻ ഇല്ല കാര്യം അവർക്ക്. കാര്യം ഇത്ര പാനി ആ റേനാ ഉണ്ടോ ഇതിൻ്റെ ഇതാണ്. क्या बोलेगा हम भूल गया भाई. वो प्लेट है ना? प्लेट ഓക്കെ പ്ലേറ്റ് ആണ്. ഇത് സൈലൻസർ, അത് റേഡിയേറ്റർ. മൊത്തം ബെൻഡായി പോകുന്നുള്ള ചീസ് കേട്ടോ. എൻ്റെ പൊന്നോ ദൈവമേ, ഭീകരതാണോ മനസ്സിലാകുന്നത്. ഈ വണ്ടി വെച്ച് തോന്നുന്നു മനസ്സിലാവും അർജുൻ്റെ വണ്ടി എന്താണ്. ദൈവമേ നോക്കിയേ, എൻ്റെ വീലുണ്ടോ? വീലൊക്കെ ചളുങ്ങിയതേ. നോക്ക് അയ്യോ, 6:30 നിക്കർ വരെയാണ് വന്നേക്കുന്നത് കേട്ടോ. നിക്കർ നമുക്ക് നിക്കർ പോയവർ ബന്ധപ്പെടുക. ചട്ടി പോയവർ ബന്ധപ്പെടുക. മുങ്ങിപ്പോവും. എന്താണ് ഞാൻ തന്നെ ഇപ്പോൾ മുങ്ങി നിൽക്കുക. അല്ല ഒന്ന് നോക്കിപ്പോയതേ. അല്ല നോക്കി എന്തോന്ന് ആലോചിച്ച് നോക്കിയല്ലേ. ഇത്രയും വെയിറ്റുള്ള ടാങ്കർ വരെ പോവാന്ന് പറഞ്ഞല്ലോ. അതുവരെ ഓടിച്ചു. ടയറിൻ്റെ ചേസ് ഓടിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. കല്ലി വലി ഓ ഹോ ഗയാ. എൻ്റെ അമ്മച്ചി പെട്ടു ചപ്പൽ പെട്ടു. ആംസേ നോക്ക് എൻ്റെ പൊന്നടാ പോയി. എൻ്റെ വ്യാപ്തി അപ്പം മനസ്സിലാക്കിയോ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവസ്ഥയാണ്. അതെ, ഞാൻ വീണ്ടും പറയണ അവസ്ഥയാണ്. അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ MLA ആണ് പൊളി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ മനുഷ്യനെ. പിന്നെ നമ്മുടെ മിനിസ്റ്ററും പ്രിയാസിക്കയും അതുപോലെ തന്നെ നമ്മുടെ വനം മന്ത്രി അവരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറേ MLA മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നല്ല അധികാരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന മലയാളി പൊളിയാണ്. മലയാളികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതെ, ഇത് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതിയതല്ല. എന്തായാലും ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണം. ഇത് തന്നെ നിങ്ങൾ കണ്ടാൽ മതി. വേറെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഈ ഒരൊറ്റ വീഡിയോ. അതെ,
നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ ഒരു വ്യാപ്തി. ഈ വണ്ടി കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായത്. ഇതിൻ്റെ ക്യാബിൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചോ. ഞാനിനി വേറൊന്നും പറയുന്നില്ല. ഇത് ഹെഡേലാണ്. കാരണം ഈ വണ്ടി ഒരു ഇത് എത്ര ലിറ്റർ കിतना ലിറ്റർ 30,000 36 or 40,000 കപ്പാസിറ്റി 80,000 കപ്പാസിറ്റി 80,000 12 18 बोल से 8,000 की 18 उतना ही 30,000 का लीटर का ऊपर है ना ये उतना ही बोल रहे थे वो. ഓ 18,000 टन था इसमें गैस. 18,000 ടണ്ണ്. അപ്പോൾ അത് ഗ്യാസിൻ്റെ ടണ്ണ് എത്രയാണെന്നൊരു നമുക്കൊരു എക്സാക്റ്റ് ഇത് കിട്ടുന്നില്ല. പുറയിൽ എഴുതിയിട്ടുണ്ടാവും. പുറയിൽ നിന്ന് കാണാൻ പറ്റുമെങ്കിൽ ഞാനത് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ വണ്ടി ഇതാണ്. അതായത് ഇതിൻ്റെ ഒരു ഹെഡുണ്ട്. ഇത് ഹെഡാണ്, ഹെഡ് ഭാഗമാണ്. ഈ ഒരു ഭാഗം ഇതും വേർപെടുത്താൻ പറ്റും. ഇവിടെ ഞാൻ ഒരു സൂത്രം കാണിക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇതുണ്ടോ, ഇവിടെ ഒരു ലിവറുണ്ട്. ഇതിനപ്പുറത്ത് ലിവറുണ്ട്. ആ ലിവറിൽ നിന്ന് വലിച്ചൂരി കഴിഞ്ഞാൽ ഇത് വേറെ ഈ പാർട്സ് വേറെ. അപ്പോൾ ഇത് രണ്ടായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഹെഡ്, ഇത് നമ്മുടെ ടാങ്കർ ലോഡിയുടെ അത് വേറൊരു പാർട്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുന്നു. ഈ വണ്ടിക്ക് പുറയിൽ 8 വീലാണ്. പുറയിൽ 8 വീലാണ്. 8 വീല് 4 വീല് അതിൻ്റെ പുറയിലത്തെ വീൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആ വീല് വരെ പോയിരിക്കുകയാണ്. ഉണ്ടോ ആ വീലിനകത്ത് ഉടുപ്പ് ഹെഡ് കണ്ടിട്ട് ഹെഡിൻ്റെ ബോഡി ഇതാ ഹെഡ്. ഇല്ല ഇത് ഷോക്സ് ഒക്കെ വന്നിരിക്കുന്നുണ്ടോ. ഇതുപോലൊരു പെയർ അതിൻ്റെ ബാക്ക് സൈഡിലുണ്ടായിരുന്നു, 2 സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ 2 സൈഡിൽ കാണിക്കാം. അവിടെ ജസ്റ്റ് കാണിക്കാം. കണ്ടോ, ഇവിടെ ഇതുപോലൊരു ടയർ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു പോയി. ഗ്യാസ് ഊറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ എൻ്റെ പൊന്നോ, ഇത് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയം തോന്നുവാണ് കേട്ടോ, പേടി. ഇങ്ങോട്ടെങ്ങും ഗ്യാസ് തുറന്നിട്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ വന്നില്ലേ, വരത്തില്ല. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ, ഗ്രാമവാസികൾ തന്നെ. അപ്പോൾ ഭീകരത അങ്ങ് മനസ്സിലാക്കണം, എക്സാക്ട് ഭീകരത മനസ്സിലാക്കണം. അപ്പോൾ ദയവ് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇരിക്കുന്നതൊന്നും മനസ്സിലാക്കുക ഇതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ആ മണ്ണിനകത്ത് അപ്പോൾ ഒരു മലയിൽ 5-6 ഏക്കർ. അപ്പോൾ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഉധർ സെ ദേഖ് സക്തേ ना उधर से थोड़ा पानी में ഓ ലണ്ടൻ ബ്രിഡ്ജ് ആണ്. ഇത് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജാണ്. അതിൽ ഈ കാണുന്ന ഒരു ലൈൻ, ചെറിയൊരു ലൈൻ കാണാം. അതൊരു ദ്വീപ്. നമ്മൾ ആ ഒരു ദ്വീപെന്ന് പറഞ്ഞില്ലേ, ആ ദ്വീപാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും വീതിയിലാണ്, വാസ്റ്റായിട്ടാണ് വെള്ളം പോകുന്നത് കേട്ടോ. ആത്തെ ജാത്തെ രഹത്തെ അതായത് മീൻ പിടിക്കാൻ മച്ചി പതുക്കണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉതറിയ അവിടാണ് ആ മണ്ണ് കാണുന്നതാണ് ആ മട്ടി. അതായത് വെള്ളം, അതായത് ആ കാണുന്ന മലനിരക്കിടയ്ക്ക് ചെറിയൊരു മൺതിട്ട കാണാം. അതാണ് അവിടെ നിന്ന് ഒലിച്ചാണ് ഇവിടെ വരെ വന്നിരിക്കുന്നത്. ഉസ്കാ यही क्या है ये आइलैंड है क्या ये भी അല്ല നീ അയ്യോ താന്ന് പോകുന്നു. വെള്ളത്തിൽ കാണാൻ ചള്ള, അതൊരു കാര്യം കേട്ടോ. ഇപ്പോൾ തന്നെ കണ്ടല്ലോ ചള്ളയ്ക്കകത്ത് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ചള്ളയ്ക്കകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മോനെ പിന്നെ വലിയ പാടാണ്. ഓക്കെ, ഞങ്ങൾ കുറച്ച് ഈ ഭാഗത്ത് എവിടെയും അവിടെ നിന്ന് കിടന്ന് ടാങ്കർ ഇത്രയും അവർ ചെയ്തു വരെ. എന്തായാലും ഭരണകൂടം അവർ നല്ല കാര്യമായിട്ട്, കളക്ടറായാലും SP ആയാലും പോലീസായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ അവർ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റണ്ടേ, അതാണ് ഏറ്റവും വലിയ വിഷയം. ഉധർ ജാ സക്തേ ഹൈ നാ റോഡ് ഉധർ കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതുണ്ടോ, ഈ ഒരു ടെറയിൽ ഈ ഒരു കല്ല്, ഇതുപോലത്തെ മണ്ണാണ് അവിടെ കിടക്കുന്നത്. മട്ടിയും കല്ലും എല്ലാം കൂടെ ചേർന്നിട്ട് ഉള്ള ഒരു തരത്തിലുള്ള കല്ലാണ്. കല്ല് പൊടിഞ്ഞിട്ട്, അതായത് നമ്മുടെ ഒരു ബ്രിക്കുണ്ട്, ഒരു കല്ല്, അതെ ഈ കല്ലിൻ്റെ മോഡലിലുള്ള സംഭവമാണ് ഇവിടെ കൂടുതലും കല്ല്. അപ്പോൾ ഞങ്ങൾ തടി തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. ലക്കടി ഡൂണിനെങ്കിൽ ആയത്താ കിണ്ണാ ദൂരെ അടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ. ഇതുപോലാണ് ഇവിടെ. പക്ഷേ ഈ ഭാഗത്ത് ഇപ്പോഴാണ് ഇതുപോലെ കുറച്ച് പണികളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട്, അവർ വഴിയുണ്ടാക്കും. ഇതൊരു ടൂറിസം സെറ്റപ്പ് ആക്കുക. ഇതാണ് ഈ ഒരു ഇത് നോക്കി രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഈ ഇത് കൊണ്ടുള്ള. പക്ഷേ ഓടയാണോ അറിയില്ല എനിക്ക്, ഞാൻ അവിടുത്തെ വഴിയാണോ ഇത് തടി കണ്ടു കിടക്കുന്നത്. അവിടുത്തെ കനാലാട്ടോ. എനിക്ക് അത്രയും കത്തിയില്ല കേട്ടോ. ഞാൻ രസകരമായിട്ടാണ് ചെയ്തേക്കെന്ന് പറഞ്ഞ് ഇത് ചെയ്തു. നമുക്ക് ഇത് കണ്ട
ഇത് ഓടയാണ് കേട്ടോ. ഇത് അവിടെ നടന്നു വരാൻ പക്ഷെങ്കിൽ ഓടയാണ്, വെള്ളം പോകുന്ന ഓട. ഇതിനടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോകും. നമ്മൾ ഇന്നലെ നിന്ന ഒരു ലൊക്കേഷനാണ്. താണ്ടോ ഒരു ഇത് നമ്മുടെ കൊങ്കൺ റെയിൽവേ ആണ് നിൽക്കുന്നത്. ഒരു മലയാളിയാണ് പണിത്. അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് ഈ ഒരു ദ്വീപിന് തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മളത് കണ്ടത്. ലൊക്കേഷൻ ഈ കാണുന്നത്. ഭയങ്കര ഭയാനകമാണ്. വെള്ളം ഇപ്പോഴും ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളീ കണ്ട് ശാന്തമായിട്ട് മണ്ടഭാഗം ഒഴുകുമെങ്കിലും ഇത് എന്തുകൊണ്ട് നോക്കി ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കി വീതി നോക്കി, എന്തോ വീതിയാണെന്നറിയോ. പക്ഷേ ചില ഭാഗങ്ങളിൽ ഒരു സൈഡ് ശാന്തമായിട്ട് ഒഴുകുന്ന മറു സൈഡ് അതിഭയങ്കര ഫോഴ്സാണ് ഇത് ഒഴുകുന്നത്. കാര്യം മലയിലെ ഉള്ളതുകൊണ്ട് ഇപ്പം തന്നെ മലയൊക്കെ മൂടി നിൽക്കുകയാണ്. നമുക്ക് മൂടി നിൽക്കുകയാണ്. മൂടൽ മഞ്ഞ് പോലെ മൂടി നിൽക്കുകയാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല, മനസ്സിലാക്കാം. അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഞങ്ങളും ചെറിയ വീട് കാണാം. എന്നാൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്താണ് നമ്മൾ ഞങ്ങൾക്ക് പറഞ്ഞില്ലേ ഒരു ഐലൻഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കണ്ട് ഇതാണ് ഐലൻഡ്. നമുക്ക് അതിന് ഇപ്പുറത്തെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ അണ്ണന്മാർ താമസിക്കുന്നത്. ഇവരുടെ ഭാഗത്താണ് തടി വന്ന് അടിഞ്ഞെന്നാണ് പറയുന്നത്. ഒന്നാലോചിക്കേ 3-4 ഐലൻഡുകളുണ്ട്. ഐലൻഡുകളിൽ കൂടാണ് വെള്ളം പോകുന്നത്. അത്ര വലിയ സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. നമ്മൾ മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. വെയിറ്റ് ഫോർ ദ അപ്ഡേറ്റ്. എന്തായാലും